മൃദംഗനാഥ് എന്ന് പറഞ്ഞിട്ട് ഒരു വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഇവൻറ്റ് 12,000 ഡാൻസേഴ്സിനെ വെച്ചിട്ട് എറണാകുളത്ത് വെച്ച് കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇപ്പം അത് കുറച്ച് വൈറലായിട്ട് നിൽക്കുവാണ്. കാരണം ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പം അതിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയാണ്. അപ്പം എൻ്റെ വീട് കാലിക്കറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ജനശതാബ്ദിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു സന്ധ്യയ്ക്കൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. എൻ്റെ കസിൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിച്ചത്. പിന്നെ അവിടെ രാത്രി എത്തിയതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ബ്രോഡ്വേ ഒക്കെ കാണാനൊന്ന് പോയി. അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചു. കസിനും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ റെഗുലറായിട്ട് ഡാൻസ് മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എന്തായാലും എനിക്ക് ടൈം എടുക്കുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു മേക്കപ്പ് എല്ലാം. പിന്നെ ബാക്കി ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഫുൾ എൻ്റെ അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ ഡാൻസിന് ഞാൻ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മ തന്നെയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ കാറ് തന്നെ നേരെ കലൂർ സ്റ്റേഡിയത്തിലോട്ട് പോയി. കലൂർ സ്റ്റേഡിയത്തിൽ അവിടെ ഒരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. നല്ല വെയിലായിരുന്നു. അവിടെ എത്തിയപ്പോഴോ ഭയങ്കര തിരക്ക്, ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. ആ വെയിലിൽ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ ഒരു ക്യൂ കണ്ട് എല്ലാവരും ഞെട്ടി. കാരണം അവിടെ നിന്ന് ഇപ്പം എല്ലാവരും ഒരേ ഡ്രസ്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ കുട്ടികളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ ഡാൻസ് ക്ലാസ്സിലുള്ള ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് പോലും എനിക്ക് ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ ആ പാരൻസിനെയും കയറ്റി വിടുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ മെയിനായിട്ട് അവരൊരു പ്രശ്നം അവരുടെ ഓർഗനൈസേഷനിൽ മെയിനായിട്ടൊരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു സേഫ്റ്റി വളരെ കുറവായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികൾക്കും, എല്ലാ കുട്ടികളും ചെറിയ പിള്ളേർ വരെ ഉണ്ട്, അവരെല്ലാവരും പേടിച്ചാണ് കയറുന്നത്. എന്നുവെച്ചാൽ പാരൻസിനെ കയറ്റി വിടുന്നില്ല. എന്നിട്ട് പോലും ചെറിയ കുട്ടികളായതുകൊണ്ട് പലരുടെയും പാരൻസ് അവരുടെ പെർമിഷൻ ഇല്ലാതെ അകത്തോട്ട് കയറുമായിരുന്നു. കാരണം കുട്ടികളെ എവിടെയാ ഒറ്റയ്ക്ക് വന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മിസ്സായി പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു ഒരുവിധം പാരൻസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുറച്ച് പിള്ളേരെ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ആണ് സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറിയത്. അപ്പം ഒരുപാട് പിള്ളേർ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കൂട്ടം തെറ്റി പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാരൻസിന് ഗാലറിയിലായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു ടിക്കറ്റ് എടുത്തിട്ട്, അപ്പോൾ എത്ര പേരാണോ ബൈസ്റ്റാൻഡറായിട്ട് വരുന്നത് അവർ അത്രയും പേരുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് അവർ ഗാലറിയിൽ ഇരുന്നിട്ടാണ് പ്രോഗ്രാം കാണുന്നത്. അപ്പം നമ്മുടെ കയ്യിലാണെങ്കിൽ ഫോണോ ഒന്നുമില്ല. നമ്മളവിടെ സ്റ്റേഡിയത്തിനകത്ത് കയറിയതിനു ശേഷം നമുക്ക് ടൈം പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നല്ല വെയിലായിരുന്നു കയറിയ സമയത്ത്. പിന്നെ അത് സന്ധ്യയായി. അങ്ങനെ നമ്മളവിടെ അവിടെ അവരുടെ ഇൻട്രൊഡക്ഷനും അതെല്ലാം നടക്കുമ്പോൾ ഒക്കെ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ദിവ്യ ഉണ്ണി മാം വന്നത് ഒരു സന്ധ്യ കഴിഞ്ഞിട്ടാണ്. മാം വന്നതിന് ശേഷം മാം സ്റ്റേഡിയത്തിൻ്റെ സെൻറ്ററിലായിരുന്നു വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കയറിയപ്പോൾ തന്നെ അവർ ഞങ്ങളെ ബൗണ്ടറി ലൈനിൻ്റെ പുറത്തായിരുന്നു നിർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിർത്തിച്ച സമയത്ത് തന്നെ വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ആർക്കും പ്രോപ്പറായിട്ട് നിൽക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ലായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിൽക്കുക. അപ്പം ഞങ്ങളെല്ലാവരും ടെൻഷനായിരുന്നു, എങ്ങനെ കളിക്കും എന്നുള്ളത്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതും പിന്നെ ആദ്യം ഞങ്ങളുടെ അടുത്ത് അവരൊരു 2 മിനിറ്റ്സ് ട്രയലായിട്ട് കളിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് 8 മിനിറ്റ്സുള്ള ഡാൻസ് ഞങ്ങൾ ഫുള്ളായിട്ട് കളിച്ചത്. അത് ദിവ്യ ഉണ്ണി മാം തന്നെയായിരുന്നു കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഡാൻസ് ടീച്ചേഴ്സ് വഴിയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളത് കളിക്കുമ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ അത് വളരെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നത്. കാരണം ഇത്രയും പേരുള്ളൊരു സ്റ്റേജിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഗൂസ് ബംസ് തരുന്നൊരു മൊമെൻ്റ്, ഭയങ്കര സന്തോഷവും കണ്ണ് നിറയുന്നൊരു മൊമെൻ്റ് ആയിരുന്നത്. ആ പ്രോഗ്രാമിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു മൊമെൻ്റ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. അപ്പം അതെല്ലാം ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ MLA അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് വീണ കാര്യം ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവർ ഗിന്നസ് റെക്കോർഡൊക്കെ അനൗൺസ് ചെയ്ത് ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒന്നും ഞങ്ങൾ ഈ ഇൻസിഡൻറ്റ് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ പ്രോഗ്രാമൊക്കെ കണ്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു.
അങ്ങനെ പിന്നെ ഞങ്ങൾ ചുമ്മാ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്ത് അവർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആദ്യം അവർ ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അവർ ഈ ജഡ്ജ്മെൻ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ഗിന്നസ് റെക്കോർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഈ പ്രോഗ്രാം കാണുമായിരുന്നു. അതിനുശേഷം ഡാൻസ് ടീച്ചറിൻ്റെ കൂടെ ഞാനൊരു ഫോട്ടോ എടുത്തു. അപ്പം എൻ്റെ ഡാൻസ് ടീച്ചറാണിത്, കലാമണ്ഡലം സ്വപ്ന സജിത് മാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നു. മെട്രോയിൽ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഭയങ്കര തിരക്കായിട്ട് കുറേ റഷായിട്ടാണ് നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ജനശതാബ്ദിക്ക് ആണ് ഞങ്ങൾ തിരിച്ച് കാലിക്കറ്റിലോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് നേരം ട്രെയിൻ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ട്രെയിനിലൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഈ പ്രോഗ്രാമിന് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് ഉദ്ദേശിച്ച് എനിക്കിത് ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ടായിരുന്നു.